പോയാൽ മതി. അത് ഓടിച്ചു പോകുന്നു. അത് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നു. ലക്ഷ്മിച്ച് രസപ്പതിനും കൂടുതൽ പൂർണ്ണമായിരിക്കുന്നു. അതോർക്ക് വിഷമിച്ച് പാവം ദീപ് വീട്ടിലെത്തുമ്പോ നേരം വളരെ ഇരിക്കുന്നു. അന്ന് അവന് വേണ്ടി കേട്ട് പറഞ്ഞു കൊടുത്തു. മത്തങ്ങായി കൊണ്ടുപോകുന്ന ക്ഷീരോദ, സന്തോഷമാവന്റെ മോളെ ക്ഷീരോദ, സന്തോഷമാണ് കാശി ഉറക്കാം. ക്ഷീരോദ അവൻ ഉണ്ണാൻ ചെന്നപ്പോൾ അവള് വിളമ്പിക്കൊണ്ട് വരികയാണ്. അവൾ ഒരിക്കലും തന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അന്ന് ഒന്ന് നോക്കിപ്പോയി. അവളെ കൈ ഉറച്ചു, പാത്രം വീണു, കിടക്കുന്നില്ല. സന്തോഷമാവൻ എഴുന്നേറ്റു. നീ എന്റെ മോളെ എന്താ ചെയ്തു? ഞാൻ നിന്നെ എന്താ ചെയ്തു? അന്നാ വീട്ടിലെല്ലാവരും ഉറക്കായിട്ടും ദീപാന്തരം തന്റെ കിടക്കുമറി നടക്കുകയാണ്. കാര്യം തന്റെ മിത്രം ബന്ധിക്കാൻ ഒന്നിരിക്കും ഒരു പുതിയ നിസാകൽപ്പം. ക്ഷീരത ഇന്നലെ വരെ ലക്ഷ്മി സതിയായി ഇപ്പോൾ ഇതാ ക്ഷീരതയും. കിടന്ന് മയങ്ങിപ്പാടെ തട്ടി വിളിക്കുന്നു. ഓടി എന്നിട്ട് ഒരു സായിപ്പാണ് നിൽക്കുന്നത്. ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ കിരണ പോലീസ് എന്റെ പിന്നാലെ വരുന്നു. ഞാൻ ജർമ്മനിയിൽ വരികയാണ്. നേതാജി സുഭാഷ് അവിടെ അദ്ദേഹത്തിന് ചില പരിപാടിയൊക്കെയുണ്ട്. അദ്ദേഹം സൗകര്യം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. യുദ്ധകാലമല്ലേ, നാട്ടിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ തോന്നുന്നു. വന്നപ്പോൾ എന്നെ മനസ്സിലാവുന്നു. നേതാക്കന്മാർക്ക് പണം ഉണ്ടാക്കാൻ നടക്കുന്നത് ആ ദുർനാമ ഒരാൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള സമരം ഈ ഗാന്ധി ഒരു മാസം മാറ്റി വെച്ചോ. നോക്കട്ടടാ, ഗാന്ധി നെഹ്റുവില്ലാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഞങ്ങൾ നോക്കട്ടെ. ജർമ്മൻ ഗവൺമെന്റ് വന്ന കേരള പ്രസിഡന്റായി അഭിമാനം തോന്നി. മാതൃഭൂമിയുടെ വീരപുത്രൻ കിരണൻ തന്റെ ആത്മസുഹൃത്താണെന്നുള്ളത്. അന്ന് രാവിലെ ആഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോ സന്തോഷമാണ് പിണങ്ങിയിരിക്കുന്നു, മുഖം മുറിപ്പിച്ചിരിക്കുന്നു, കാത്തു പിടിക്കാതെ. പെണ്ണി എന്ന് വിളിക്കുന്നു. അച്ഛ അച്ഛ എന്താ നീ കച്ച കാപ്പി കൊണ്ടുപോടി, കാപ്പി അവന്റെ കാപ്പി അടി, അവന്റെ കാപ്പി ആയി ഒരു തുള്ളി കുടിക്കത്തില്ലടി. അച്ഛ കൊഴക്കട്ട കൊണ്ടുപോടി, കൊഴക്കട്ട ബാവുളിയാൽ എടാ നീ എന്റെ മോളെ കല്യാണം കഴിക്കോ ഇല്ലയോ? പോക്കാം. അന്ന് ദീപു ആഫീസിൽ ചെന്നപ്പോ ഘോഷാലിന് മുറിക്കാതിരിക്കുന്നു സതി. അവളെ കാണാൻ ചെന്നപ്പോ ഘോഷാൽ തടഞ്ഞു. എങ്ങോട്ടാണ് മുക്ക ദീപു? സാറിനെ മുറിക്കാത്ത സതി ഇരിക്കുന്നുണ്ട്. അതെ, അറിഞ്ഞില്ലേ, അവർക്ക് ഞാൻ ജോലി കൊടുത്തു, അവർക്ക് ഉദ്യോഗം കൊടുത്തു. അവളെന്റെ പി ആണ്, എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്, എന്റെ സ്വകാര്യ സെക്രട്ടറി. എപ്പോഴും എന്നെ മുറിക്കാണ്, കാരണം എന്റെ അടുത്ത് തന്നെ. അവളെ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ അനുവാദം വേണം. സതി സതി അടങ്ങിയിരിക്കും, അടങ്ങിയിരിക്കും. നിങ്ങളുടെ അവൻ പോയിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കണം. ഇതെന്റെ ഓഫീസാണ്, നിങ്ങളെന്റെ പി ആണ്. പിന്നെ പി എന്നെ വരട്ടരുത്. ഘോഷാൽ എന്നെ നിയന്ത്രിക്കാൻ വരരുത്. ഒരു പേര് എതിർന്ന് വിചാരിച്ച് നിങ്ങളെന്നെ വിലക്ക് മേടിച്ചിട്ടില്ല. ഓർമ്മ വേണം, എനിക്ക് തോന്നിക്കാൻ പോകും. അവൾ ഇറങ്ങിപ്പോയി. അവളെ നിയന്ത്രിക്കാൻ ഈ സർവശക്തനും കഴിയുന്നില്ല. ദീപു അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്ത് പോകാൻ എനിക്ക് കുറെ ജോലിയുണ്ട്.
ഞാൻ ഘോഷാലിന്റെ പി ആയത് ഇവന് സഹിക്കുന്നില്ല. അല്ലടാ പറഞ്ഞത്, അവൾ തൽക്കാലം അവനെ അടിക്കില്ല. അവൾ തൊട്ടായി അടിവെട്ടിക്കും സൈസാണ്, പക്ഷെ അപ്പോഴടിച്ചില്ല. മിസ്റ്റർ ഘോഷാൽ, എനിക്ക് സഹായം ചെയ്യുമോ? സതി പറയൂ, എന്ത് വേണമെന്ന് പറയും. ഈ ദീപാങ്കരന്റെ സ്ഥലം മാറ്റം കൊടുക്കാവോ? സ്ഥലം മാറ്റം, ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് വെരി ഈസി. നിസ്സാരമല്ലേ, നാളെ ആകാം. അന്ന് ദീപാങ്കരൻ വീട്ടിലെത്തിയപ്പോൾ വീട്ടിന്റെ മുറ്റത്ത് കണ്ടവാൻ ആൾ കൂടി നിൽക്കുന്നു. ആൾക്കൂട്ടം ഭേദിച്ചവൻ അകത്തി വന്നപ്പോൾ സന്തോഷമാവന്റെ ശവശരീരം ജോലിയിൽ കുളിച്ചു കിടക്കുന്ന സന്തോഷമാവൻ. നിഷ്കളങ്കനായ ഗ്രാമീണ വൃദ്ധൻ തന്റെ മകളുടെ ഭാര്യകൾക്ക് തെരുവിൽ തെണ്ടി നടക്കുമ്പോൾ ഈ പാചകത്തിൽ പട്ടാളമായിട്ട് കാട്ടി സകല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം യാത്ര പറഞ്ഞിരിക്കുന്നു. സ്ത്രീകളുടെ ദുഃഖമാണ് ദുഃഖം. അവരെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. ആ സങ്കടം നിലനിൽക്കാൻ ആർക്കും മനസ്സിലില്ല. അതുകൊണ്ട് ദീപ ഒരാഴ്ചക്ക് ഓഫീസിൽ പോയില്ല. പിന്നീട് ഓഫീസിൽ ചെന്ന ദിവസം സ്ഥലമാറ്റ ഉത്തരവ് കൈ കിട്ടി. വെട്ടിയും കിടക്കയും എന്നെ കൊണ്ട് വെച്ചു കൊടുത്തപ്പോ ഒരെണ്ണ കൂലി നിന്നവളാണ് അവൾ. ഇന്ന് അവളെ ആഭാസന്റെ കൈ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചതില്ല. അതേ ആഭാസന്റെ കൈ കൊണ്ടവൾ എനിക്കൊരു പാരിതോഷികം തരുന്നു. സരി, നിന്റെ ഈ പാരിതോഷികം സസന്തോഷം ഞാൻ സ്വീകരിക്കുന്നു. സസന്തോഷം. പക്ഷെ സ്ഥലമാറ്റ ഉത്തരവ് നടപ്പിലാവേണ്ട ദിവസം ദീപ് ഓഫീസിൽ ചെന്നപ്പോ ഒരു പ്യൂൺ, ഒരു ശിപായി ഓടി വന്ന് പറയുന്നു, ഘോഷാൽ സാഹിബിനെ അറസ്റ്റ് കൊണ്ടുപോയി. കൈക്കുമനി ലക്ഷക്കണക്കിന് മേടിച്ചില്ലേ. പിന്നെ കൊലപാതകം, ഞങ്ങളെ കൊന്ന അയാളാ. ടൈറ്റിസ്റ്റിനെ മിസ് മൈക്കലിനെ കൊന്ന അയാളാ. അവളുമായിട്ട് പിന്നെ അടുപ്പമായിരുന്നല്ലോ. ഏതാണ്ട് മരുന്ന് കൊടുത്ത് ക്ലോസ് ആയിപ്പോയി. ഒക്കെ തെളിഞ്ഞോ, ചിലപ്പോ തൂക്കിക്കൊറ്റും. സാർ അറിഞ്ഞോ, ഘോഷാൽ സാഹിബിനെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോ ഇവിടെ ഒരാൾ, നമ്മുടെ ഓഫീസിൽ ഒരാൾ ഓതഞ്ഞിട്ട് വീണു. പി എ ആശുപത്രി കൊണ്ട് കിടത്തിയിരിക്കുന്ന പി എ. ജയ്പൂരിന് സ്ഥലമാറ്റം ഉണ്ടായില്ല, പകരം പ്രൊമോഷൻ കിട്ടി. DTS ആയിട്ട് ഘോഷാലിനൊഴി. ഏറ്റവും വലിയ ഉദ്യോഗം, റെയിൽവേയിലെ ഏറ്റവും വലിയ ഉദ്യോഗമാണ് DTS. DTS സ്പീക്കിംഗ്. അതെ, ദീപാങ്കരൻ. അതെ. ആര് ആര് ചേച്ചിയോ? ഓഹോ, ലക്ഷ്മി ചേച്ചി പോന്നോ? ഡൽഹിക്ക് പോന്നോ? അവർ പോവുക. അവർക്ക് കേൾക്കത്താ പോരാ, അവർ ഡൽഹിക്ക് പോവുക. ചേച്ചി, ആ വലിയ വീട് വെറുതെ പൊട്ടിക്കെട്ടിയിട്ടേക്കണം. സതിക്ക് കൊടുത്തൂടെ? അതെ, അനിയത്തിക്ക് കൊടുക്കാം. താങ്ക് യു. അവനിറങ്ങി ആശുപത്രിയിലെത്തി. സതി, നീ ഇവിടെയാണെന്ന് അറിഞ്ഞിട്ട് വരാഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ നിന്റെ അച്ഛന് 4-5 കത്തയച്ചിരുന്നു. നിന്റെ ഈ അവസ്ഥകളൊക്കെ പറഞ്ഞു. മറുപടിയില്ല. ഇന്നലെ ഞാൻ ഔദ്യോഗികമായിട്ട് അന്വേഷിച്ചു. ഒരു വാർത്ത ഞാൻ കേട്ടു. ലക്ഷ്മി ചേച്ചിയോട് പോലും ഞാനത് പറഞ്ഞില്ല. നിന്റെ അച്ഛൻ മരിച്ചുപോയി. ബർമയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിൽ ബോംബ് വീണു. നിന്റെ അച്ഛൻ അതിലുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ മാത്രമോ? എത്ര 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 നിരപരാധികൾ. ഒരു യുദ്ധം, ഒരു ജർമ്മനി, ഒരു ജപ്പാൻ. നിന്റെ അച്ഛന്റെ സമ്പാദ്യം ഒരു 3 ലക്ഷം രൂപയുടെ ബാങ്കിലുണ്ട്. എടുത്തു തരാം. ലക്ഷ്മി ചേച്ചി വീട്ടിൽ നിനക്ക് താമസിക്കാം. സതിയെ സുരക്ഷിതമായിട്ട് സ്ഥാനത്ത് കൊണ്ടെത്തിച്ചിട്ടെന്ന് ദീപാങ്കരൻ വീട്ടിലെത്തിയപ്പോൾ വീട് വളഞ്ഞിരിക്കുന്ന യൂറോപ്യൻ പോലീസ്. കൈവിലങ്ങിരിക്കുന്നു അക്ഷോഭ്യനായ കിരൺ. ആ വീട് സെർച്ച് ചെയ്ത് മേശയും കസേരയും വീട്ടുമുള്ളതെല്ലാം എടുത്ത് മുറ്റത്തെറിഞ്ഞിരിക്കുന്നു. അവരെ വയർലെസ് സെറ്റ് കണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു ബ്രിട്ടീഷ് ഓഫീസർ വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ ദീപാങ്കരൻ, യു ആർ അണ്ടർ അറസ്റ്റ്. ദീപിനെയും കിരണനെ അവരെ കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ പത്രക്കാർ വിളിച്ചു പാടും, കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ കിരണം കസ്റ്റഡിയിൽ, കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ കിരണം കസ്റ്റഡിയിൽ. മഹാത്മാഗാന്ധി അറസ്റ്റിൽ, നേതാക്കന്മാരൊഴിവിൽ. മഹാത്മാഗാന്ധി അറസ്റ്റിൽ, നേതാക്കന്മാരൊഴിവിൽ. യുദ്ധം യുദ്ധം ലോകമഹായുദ്ധം. ജാമ്യത്തിലിറങ്ങിയ ഘോഷാൽ എന്ന ആഭാസം സതിയെ ചെന്ന് കണ്ടു. സതി, ഞാൻ നിന്നെ എവിടൊക്കെ തേടി. നീ എന്തിനു ഒറ്റയ്ക്ക് താമസിക്കുന്നില്ല? ജ്യേഷ്ഠതി പോലെ ഡൽഹിക്ക് ഇതിനോട് ഒറ്റയ്ക്ക് താമസിക്കുന്നു. നിനക്ക് വേണ്ടി പാലസ് കോട്ടിൽ അന്ന് വന്നതിനേക്ക് വലിയൊരു വീട്, കൊട്ടാര തുല്യമായ ഒരു വീട് നിനക്ക് ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്. നിന്നെയും കാത്ത് ഞാൻ അവിടെ കഴിയുന്നു, നീ ഒറ്റയ്ക്ക് അവിടെ കഴിയുന്നു. ഒരേ സതി, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ വെണ്ണുന്നില്ല, വെണ്ണുന്നില്ല. കൈഫലമെന്നാൽ പറയും ഞാൻ വിലമൂളാമെന്നും, കൈഫലമെന്നാൽ പറയും ഞാൻ വിലമൂളാമെന്നും. കലാമൻ സർവ്വവും കലാമൻ
സുമങ്ങൾ വിടർത്തിയ സുഗന്ധകൽപ്പം ഓമൽ കവിയുടെ വരവുകാത്തു ഞാൻ അവൻ അടുത്തിയത് അവിടെ കഴിച്ചു പിടിച്ചു. അവൾ അവന്റെ മുഖത്തിൽ അടി കൊടുത്തു. അതേ, നീ ആയതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നത് ഒരു പെണ്ണും എന്നെ ഇങ്ങനെ വിലക്കിയിട്ടില്ല. എനിക്കറിയാവുന്ന ഞാൻ കൊലക്കേസ് പ്രതിയാണ്. എന്നെ തൂക്കിക്കൊല്ലാൻ പോവാ. എനിക്ക് പേടിയില്ല, സങ്കടമില്ല. പക്ഷെ നീ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാൻ കഴിയും. അതെങ്ങനെ? മിസ് മൈക്കിളിന്റെ വധം നടന്ന രാത്രിയിൽ നീ എന്നെ നിന്റെ ബെഡ്റൂമിലേക്ക് ക്ഷണിക്കുന്ന ഒരു കത്ത് നിന്റെ കയ്യക്ഷരത്തിൽ എഴുതുന്നാൽ ഞാൻ രക്ഷപ്പെടും. പക്ഷേ നാണക്കേടല്ല എങ്ങനെ കത്തെഴുതുന്നു? ഒരുത്തന്റെ ജീവനേക്കാൾ വലുതാണോ നിന്റെ നാണക്കേട്? നിനക്ക് വലിയ നാണക്കേട് കേട്ടിട്ടിരിക്കല്ലേ? എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതും. നിന്റെ ആപൽസന്ധിയെ സഹായിച്ചതാണ് ഘോഷാൽ. ഓർമ്മ വേണം. അത് കത്തെഴുതി കൊടുത്തുപോയി. ദീപുവിനെ ചോദ്യം ചെയ്യുന്നു. ദീപുവിനെ ബ്രിട്ടീഷ് കോടതി ചോദ്യം ചെയ്തു. ദീപുവിനെ വെറുതെ വിട്ടു. പക്ഷേ കിരണിനെ തൂക്കാൻ വെച്ചു. ബ്രിട്ടീഷുകാരുടെ കോടതി, അവന്റെ ഭരണം. എത്ര ഭഗത് സിംഗ്മാർ, എത്ര കിരണന്മാർ. ഞാനും നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര കിരണന്മാർ, എത്ര ഭഗത് സിംഗ്മാർ. ഇതെങ്ങനെ ദീപുവിന്റെ അമ്മയോട് കിരണിന്റെ അമ്മയോട് ചെന്ന് കാര്യം പറയും? മകനെ തൂക്കാൻ വെച്ചിട്ടുള്ള കാര്യം എങ്ങനെയെന്ന് പറയും? ദീപു ചെന്ന് വിളിച്ചു. അമ്മേ, കിരണിന്റെ അമ്മേ, ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടവർ എന്റെ വീട്ടിൽ ആരുമില്ല. അവിടെ താമസിക്കും. അവിടെ ക്ഷീരോടെ ഒറ്റയ്ക്കുള്ള അവർക്കൊരു കൂട്ടുവാകും. വരുമല്ലേ? വരുമല്ലേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവരം കയറാൻ പുഞ്ചിരി തൊഴിൽ നിൽക്കുന്ന കേരളമെന്ന ധീരനായ നേതാവിന്റെ മാതാവിനെ ദേവതയെ പോലെ പൂജിച്ചാദരിച്ച് തന്നെ വെട്ടിക്കൊണ്ട് കുടിയിരുത്തിയിട്ട് ദീപാങ്കരൻ സതിയെ കാണാൻ ചെന്നപ്പോൾ അവിടെ പോയിരിക്കുന്നു ഘോഷാൽ സാഹിബിന്റെ കേസിന് സാക്ഷി പറയാൻ. ഒരു കാർ വന്നു. സതി വരുന്നു. നിന്നെ വെറുതെ വിട്ടല്ലേ? ഇന്നലത്തെ പത്രം കണ്ടെങ്കിൽ പേടിച്ചു പോയി. കിരണനെ കൊല്ലുമല്ലേ? എന്തെങ്കിലും ഉണ്ടാക്കും. എന്നോട് പരിഭവമാണ്. എന്റെ പരിഭവം കൊണ്ട് ലോകത്ത് ആർക്കും ഒരു നഷ്ടവുമില്ല സതി. ഞാൻ ഉപദേശിച്ചാൽ കേൾക്കാനുമാണില്ല. ഓഹോ, പിന്നെന്തിനാ അയാൾ കൂടെ കൂടെ അവിടെ കയറി വരുന്നത്? വരാതിരിക്കാൻ കഴിയുന്നില്ല സതി, കഴിയുന്നില്ല. അവിടെ ഇത് വാതിൽ അടച്ചിട്ടൊന്ന് അടുത്ത് സത്യം പറയും. നിനക്കെന്ത് വേണം? നിനക്ക് ഞാൻ എന്ത് വേണം പറയും. ഒരു പ്രതിഫലവും ഞാൻ തന്നിട്ടില്ല നിനക്ക്. നീ എനിക്ക് വേണ്ടി വളരെ പാടുപെടുന്നു. സതി, നിന്റെ ജ്യേഷ്ഠത്തിൽ ഇങ്ങനെ ചോദിച്ചാ അവരും വാതിലടച്ചിട്ട് സാക്ഷിക്കിട്ട് അവൻ ചോദിച്ചു. അവരെന്നെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു. കഷ്ടം. ഒരു അന്യപുരുഷൻ സഹായഹസ്തം നീട്ടിയാൽ അത് അന്യവിചാരത്തോടു കൂടി മാത്രമാണ് ധരിക്കാനുള്ള ഒരു സംസ്കാരം നിങ്ങൾ ധരിക്കുന്നു. ഞാൻ പോകുന്നത് അവളെ കൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് വലിച്ച ചടപ്പൊന്നും ആക്കി. കൽക്കത്തയിൽ അവിടെ ബാമ്പ് വീണു. കൽക്കത്തയിൽ ബാമ്പ് വീണു. ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്നു കിടക്കും വലിയ വലിയ കെട്ടിടങ്ങളുടെ നഷ്ടശിഷ്ടങ്ങൾക്കിടയിലുള്ള കിടക്കുന്ന നിരപരാധികളായ നിരവധി ജനങ്ങളുടെ പ്രേതങ്ങൾക്കിടയിലൂടെ നമ്മുടെ ശേഷനായി നടന്നു പോകുന്ന ദീപാങ്കുരൻ. അവനെതിരെ വരുന്നൊരു ഭ്രാന്തി. കീറിപ്പറിഞ്ഞ സാരിയും പാറിക്കിടക്കുന്ന മുടിയും കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി ലക്ഷ്മി, ലക്ഷ്മി, ഇതെന്ത് വേഷം? എവിടുത്തെ വരുന്നു? എന്ത് സംഭവിച്ചു? പറയൂ. എന്തെങ്കിലും വേണേ? നിങ്ങളുടെ ഭർത്താവേ, മകനെവിടെ? എന്തെങ്കിലും വേണേ? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ചോരയൊഴുന്ന കത്തി, ചോരയൊഴുന്ന കത്തിയില്ല. എന്റെ മകൻ മാനസൻ എന്നെ ഒന്ന് വിളിച്ചോ. ഞാൻ എഴുന്നേറ്റപ്പോ ചോരയൊഴുന്ന കത്തിയാട്ടോ എന്നെ ഒന്ന് നിൽക്കുന്നു. എന്നെ തൊട്ടടുത്ത് കിടന്ന് ഉറങ്ങിയായിരുന്നു. ചോരയെ കുറിച്ച് കിടക്കുന്നു. അതെല്ലാം വിളിച്ചോ. ഞാൻ ഓടിക്കോട്ടു. ഓടി രക്ഷപ്പെട്ടു. ഞാനോട് രക്ഷപ്പെട. എന്റെ മോനെ ശിക്ഷിച്ചു. അങ്ങനെ കിടക്കുക. ജീവപര്യന്തം ശിക്ഷിച്ചു. ബാബുവിനെ കാണണ്ടേ? ഡൽഹിയിലുണ്ട്. കടത്തുള്ളിലിരിപ്പുണ്ട്. ഒരു കാലിൽ വന്ന പൊതിഞ്ഞിരിക്കുന്നു. ഞാൻ പോയില്ല. എന്നെ കണ്ടക്കാര് പോയില്ല.
സൂക്ഷിക്കണം. ശശിക്ക് സുഖമില്ല, തലയ്ക്ക് സുഖം വരാം. ദീപു ദിവസം ചെല്ലും. 6 മാസം കഴിഞ്ഞു. നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ ദീപു ദിവസത്തോടെ ചെല്ലുമായി. ഒരു ദിവസം ദീപുവിന്റെ വീട്ടിൽ 2 പേര് വിരുന്ന് വന്നിരിക്കുന്നത് നമുക്ക് പരിചയമുള്ളവരാണ്. ഒന്ന് സനാതനൻ, പിന്നൊന്ന് തള്ള സനാതന. അല്ല, കോഴ്മോനത്തിലെ അമ്മയോ? ആ മോനുണ്ടോ? വഴക്ക് തോന്നുന്നു 2 പേര് തമ്മിൽ. ആ മോനെ ദീവാങ്കര, അത് പറയാനാ ഞാനും സനാതനും കൂടെ ഇറങ്ങിയത്. അവൻ എന്നോട് പിണങ്ങി, ഞാൻ അവനോട് പിണങ്ങി. നഗരത്തെല്ലാം തൂത്തു ഇറക്കി വിറ്റു, കാറും വിറ്റു, ടാക്സി ആയിപ്പോ വന്നത്. കാശെല്ലാം കൂടെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചേക്കാൻ നോക്കുവോ? അവൻ എനിക്ക് വിശ്വാസമല്ലല്ലോ. ഞാൻ കാശെല്ലാം കൂടെ അങ്ങനത്തെ 2-3 ലക്ഷം രൂപ ഉണ്ടായിരുന്നല്ലോ. കൊണ്ടുവന്ന് വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു. വക്കീൽ അതുകൊണ്ട് കടന്നു കളഞ്ഞു. ഇപ്പൊ കേൾക്കുന്ന 1 ലക്ഷം രൂപ ഉടനെ കെട്ടിവെച്ചില്ല, എന്നെ കോഴിക്കോടത്തിൽ നിന്ന് ഇറക്കി വിടുന്നു. മക്കളെ, സതിയുടെ കയ്യിൽ കാശുണ്ടെന്ന് പറയുന്നല്ലോ. അവളെവിടാ താമസം? അവിടെ തമ്പയത്ത് കുറെ രൂപ കിട്ടിയെന്നോ? എവിടാ അവള്? എല്ലാരും കൂടെ സതിയെ കാണാൻ ചെല്ലേണ്ടി വന്നു. സതി സന്ദർഭം പാഴാക്കില്ല. അന്നിരിക്കുന്നു വധുലക്ഷണിക്കാൻ ശശിര. നയനാരഞ്ജലിദാസി എന്ന കർത്തിനാളെ തെരുവിത്തല്ലി നടക്കും. അവരെ രക്ഷിക്കാൻ അവർ പ്രാർത്ഥിച്ച ദൈവമോ, അവർ പൂജിച്ച ദൈവമോ, അവരുടെ ധനികരായ ബന്ധുക്കളോ വന്നില്ല. ദൈവത്തെക്കാൾ വലിയൊരു മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിൽ വന്നായിരിക്കാം ദീപാന്തരൻ. അവന്റെ ഓഫീസിൽ വന്നൊരു ഗുജറാത്തി വ്യാപാരിയോട് 1 ലക്ഷം രൂപ വായ്പ മേടിച്ച് ആ തള്ളെ രക്ഷിച്ചാൽ അത് അയാൾക്കാരത്തായി. അയാൾ കൈക്കൂലി മേടിച്ച് ആരോപണം ഉണ്ടായി. അയാൾ ദൂര സ്ഥലത്തേക്ക് ഷില്ലിഗുഡിയിലേക്ക് സ്ഥലമാറ്റം കിട്ടി. പണിഷ്മെന്റ് ട്രാൻസ്ഫർ, ശിക്ഷാരൂപത്തിലുള്ള സ്ഥലമാറ്റം. ശ്രീരോധയുടെ കല്യാണം ഒക്കത്താട്ട് നടത്തി. കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ അവളെ അയച്ചിട്ട് ഷില്ലിഗുഡിയിലേക്ക് ട്രെയിനിൽ കയറുമ്പോൾ കിട്ടിയ പത്രത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്തരിച്ചെന്ന് പറഞ്ഞു. ലോക ചരിത്രത്തിൽ സംഭവബഹുലമായ ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു. മഹാത്മാഗാന്ധി മോചിതനായി. പുതിയ വാർത്തകളുമായി പത്രങ്ങൾ പറന്നു വരുന്നു. കിരണൻ മോചിതനായി, എന്റെ കിരണൻ മോചിതനായി. 6 വർഷവും 21 ദിവസവും 21 മിനിറ്റും നീണ്ടുന്ന 2ാം ലോകമഹായുദ്ധം അവസാനിച്ചു. ബ്രിട്ടനിൽ നിന്ന് കെട്ടിവെക്കുന്നു. 1947 ആഗസ്റ്റ് 15 തീയതി ഡൽഹിയിൽ കൊടി വരുന്നു. കിരണന്മാരുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നു. അന്ന് ആൾ ഇന്ത്യ റേഡിയോയിലൂടെ അന്ന് വൈകുന്നേരത്ത് ആദ്യത്തെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ പ്രസംഗം ലോകം ശ്രമിച്ചു. The service of the nation means the service of the millions who suffer. It means the ending of poverty and ignorance and disease and inequality of opportunity. നെഹ്റുവിന്റെ പ്രസംഗം, ദേശീയ പ്രസംഗം, ചക്കര വർദ്ധവാൻ. നമ്മുടെയൊക്കെ കണ്ണുനീരൊപ്പം പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീരൊപ്പം ആജ്ഞതയും അറിവില്ലായ്മയും എല്ലാം ഒഴിവാക്കും. ഇവിടെ അങ്ങ് നന്നാവും, സ്വർഗമാവും, പാവങ്ങൾക്ക് ഗതി ഉണ്ടാക്കും. എല്ലാവരുടെയും കണ്ണുനീര് ഒപ്പി അച്ഛനും മോളും കൂടെ ഒപ്പി ഇനി ഒപ്പാൻ കണ്ണുനീരില്ലിവിടെ. 12 കൊല്ലം കഴിഞ്ഞൊരു ചെങ്കുടിയുടെ തണൽ നിന്നുകൊണ്ട് കിരണനാണത് പറഞ്ഞത്. കിരണൻ, അരി ചോദിച്ചാൽ വെടിവെച്ചു കൊല്ലുന്ന സ്വാതന്ത്ര്യമാണ് ഇവിടെ. 45% ആളുകൾ ജനങ്ങളെ ഭരിക്കുന്നു. 10-75 വീട്ടുകാർ ഇന്ത്യയെ ഭരിക്കുന്നു. വെള്ള, ചാച്ച, ഡാൽമിയ തുടങ്ങിയ പണക്കാർ, കുത്തകക്കാർ ഇന്ത്യയെ ഭരിക്കുന്നു. പാവപ്പെട്ടവന് എന്തെങ്കിലും ചോദിച്ചു പോയാൽ അവനെ അടിച്ച് ശരിപ്പെടുത്തുന്നു. സോഷ്യലിസമാണ് അത്രേ. ഇവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല, പിന്നല്ലേ സോഷ്യലിസം. ഇവിടെ സ്വാതന്ത്ര്യം വന്നിട്ടില്ല, പിന്നല്ലേ സോഷ്യലിസം. അതുകൊണ്ട് ആദ്യം സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കുക. ആ സ്വാതന്ത്ര്യത്തിലൂടെ സോഷ്യലിസം ഉണ്ടാവും. സനാതനമില്ല സ്വാതന്ത്ര്യം. സനാതനം ഭാര്യ വിളിക്കാൻ ഇറങ്ങിയ തള്ള സനാതനാ, അവളെ വിളിക്കാൻ പോകാണ്, അവിടെ കൊണ്ട് കയറരുത്. ഒന്നീ അവളല്ല, ഞാൻ 2 പേരും കൂടെ ഇവിടെ കാണത്തില്ല. സനാതനം പോയി. സതി, നീ അങ്ങോട്ട് വരണ്ട, നീ ഘോഷാനത്ത് വരണ്ട, ഞാൻ ലക്ഷ്മി മന്ദിരത്തിൽ വന്നിരിക്കുകയാണ്. സതിക്ക് സന്തോഷമായി, ഭർത്താവിനെ കിട്ടിയല്ലോ. അവൾ ചോറ് കൊടുത്തു, അവളെ ഭർത്താവിനെ മെത്ത നിർത്തി. സനാതനം കിടന്നു, കുറുക്കമ്മലി തുടങ്ങി. ഗേറ്റടയ്ക്കാൻ താഴെ ചെന്നപ്പോൾ തോക്കിനോട് നിൽക്കുന്നൊരു കാലൻ. ഘോഷാൻ നീ എന്നെ തോക്കിക്കൊല്ലുന്നല്ലേ? എന്നെ തൊട്ടില്ലടി, ഞാൻ ജീവിതത്തിന് യുവരിന്ന് കിടക്കും വിചാരിച്ചല്ലേ? എന്നെ ആരും തൊട്ടില്ലടി, എന്നെ പറഞ്ഞിട്ടില്ല. നെഹ്റുവിന്റെ ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റോ? നീ കരുതി എന്നെ തോക്കിക്കൊന്നല്ലേ? വണ്ടിക്കാർ നടക്കാൻ കൊണ്ടുപോകും. ഞാൻ വായിയെടുത്തോണ്ട് പോകും. ഇനി നാളെ രാവിലെ വിമാനമാർഗം ഷില്ലിഗുഡിയിലെത്തും. എന്റെ കിങ്കരന്മാർ നിന്റെ ദീപാങ്കരനെ കൊന്നു കൊല വിളിക്കാൻ വണ്ടി. നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് തന്നെ വിശ്വാസമല്ലേ? എന്തിനു തോക്കിച്ചുകൊണ്ടുവന്നു? ഇതാ എന്റെ കൈക്ക് പിടിക്കും, എന്നെ കൊണ്ടുപോകും. ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോകും, ഇഷ്ടമുള്ളപ്പോൾ വിട്ടാൽ കൊണ്ടുപോകും.
ദീപാങ്കൻ എന്റെ ആരുമല്ല, വെറുതെ തെറ്റിദ്ധരിക്കണ്ട. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല. ഇന്ന് എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്. നാളെ ദയവ് നിങ്ങൾ പൊയ്ക്കോളൂ. നാളെ മിസ്റ്റർ ഘോഷാൽ, നാളെ ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ ബെഡ്റൂമിൽ ഉണ്ടായിരിക്കും. പോകൂ, വിശ്വസിക്കൂ. പോകും മിസ്റ്റർ ഘോഷാൽ, പ്ലീസ് പോകും മിസ്റ്റർ ഘോഷാൽ. അവനിറങ്ങിപ്പോയി. അതാ പെണ്ണിന്റെ ബുദ്ധി. പെണ്ണൊന്ന് ആടിക്കഴിഞ്ഞാൽ മതിയല്ലോ, ഏത് ഈസകം വരും ചുരുണ്ട് അവിടെ വീഴുമല്ലോ. ഷെല്ലുപിടിച്ച ട്രെയിൻ വരുന്നു കൽക്കട്ടയിലേക്ക്. പാഞ്ഞു വരുന്ന ട്രെയിനിൽ ഈ കാമ്പനും യാത്ര ചെയ്യുന്നുണ്ട്. ഒരു പയ്യൻ നിന്ന് പാടുന്നു. ഒരു നൗകയിലുണ്ട മലക്കാരൻ മറുനൗകയതോ തനിയേ. ഒരു നൗകയിലുണ്ട മലക്കാരൻ മറുനൗകയതോ തനിയേ. കടലിന്റെ മാറി കലഞ്ഞ കര കാണാതെ കടലിന്റെ മാറി കലഞ്ഞ കര കാണാതെ ഒരു മീറ്റൊരു കടവെളുത്തി. ഇരതൻ കഴുകളിലും ഒരു മീറ്റൊരു കടവെളുത്തി. അമരക്കാരനിരും ഒരു നൗകൈ അരികിലണഞ്ഞു തനിയേ. അമരക്കാരനിരും ഒരു നൗകൈ അരികിലണഞ്ഞു തനിയേ. കടവിലണഞ്ഞു തനിയേ. ഒരു കടവിൽ കടലിൽ ജീവിതമാവുള്ള കടലിൽ ജീവിതമാവുള്ള കടൽ. സതിക്കുറക്കം വരുന്നില്ല. അവളെ ഭർത്താവിന്റെ കിടക്കൽ എഴുന്നേറ്റ്. ദീപനെ കൊല്ലാൻ ആളില്ല. നേരം വിളിക്കുന്നതിന് മുമ്പ് വിമാനമാർഗം അവർ ചെല്ലേ. അവരെത്തുന്നതിന് മുമ്പ് അവന് വിവരം അറിയിക്കണം. അവൾ ഭർത്താവിന്റെ കിടക്കൽ എഴുന്നേറ്റ്. താഴെ വന്ന് കേട്ടു പറയുന്നത് ഭയങ്കര ഇരുട്ടാണ്. ടെലഗ്രാം ചുരുളയാണ്. അവരെ കമ്പിയടിച്ച് വിവരിച്ചുകളെ. ഒറ്റയ്ക്ക് അവൾ നടന്നു. കുറെ ചെന്നപ്പോ പുറകിൽ ആരും ഓടി വരും. റോസാലിന്റെ ആൾക്കാർ. അവൾ തിരിഞ്ഞു നോക്കിയപ്പോ ആള് നടന്നു കഴിഞ്ഞു. യുവമാരെന്നെ പിടികൂടും. അതിനുമ്പും ദീപനെ ഓരോ വഹിക്കണം. അവൾ അതിവേഗം നടന്നു. കേട്ടടച്ചിരിക്കുകയാണ്. വണ്ടി വരേണ്ട സമയം, ട്രെയിൻ വരേണ്ട സമയം. തകർത്ത മഴ തുടങ്ങി. അവളെ കാവൽപ്പുറത്ത് തന്നെ കയറുന്നു. ഈ സമയത്ത് അത് വരുന്ന ദീപാങ്കുരൻ ലക്ഷ്മിയെ തൊട്ടിയും സതി എങ്ങനെ ജീവിക്കുന്ന അന്വേഷിക്കാൻ ദീപാങ്കുരൻ മഴ കണ്ട് ഓടിക്കറിയത് അതേ കാവൽപ്പുരയുടെ അതേ തന്നെ. സതി പേടിച്ചുപോയി. ഇതാ വന്നിരിക്കുന്ന ഘോഷാലിന്റെ ആൾക്കാർ. അവളിറങ്ങി ഓടി. ട്രെയിൻ വരുന്നു. രാജു വരുന്നു ട്രെയിൻ. ആ ട്രെയിനിൽ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അങ്ങോട്ട് ഓടിപ്പോകുന്ന സ്ത്രീ ദീപന് മനസ്സിലായി. അവളെ ജീവനും കൊണ്ട് ഓടുകയാണ്. ഘോഷാലിന്റെ ആൾക്കാർ ഇതാ പുറകിൽ വരുന്നു. അവളെ കയ്യിൽ മുമ്പ് ചാടിക്കഴിഞ്ഞു. അവളെ രക്ഷിക്കാൻ മുമ്പോട്ട് കുറിച്ച ദീപാങ്കരനെ തട്ടിയറിഞ്ഞുകൊണ്ട് ട്രെയിൻ പോയി. ശുദ്ധവസ്ത്രങ്ങൾ രക്തഭംഗിലമായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ദീപാങ്കരൻ തല കുട്ടികൾക്ക് വൃത്തിപ്പിടിച്ചു ഞാൻ ഇടയുന്നു. സർവ്വകരത്തിലും കഴിയുന്നു. ആ റെയിൽപാളത്തിൽ കഴിയുന്നു. അതിന്റെ വെളിച്ചത്തിൽ അവ്യക്തമായി കാണാം. ആ റെയിൽപാളത്തിൽ എന്തോ കിടക്കുന്നു. എന്തോ കിടക്കുന്നു. കൈ രണ്ടും നേർവട്ട് കിടക്കുന്നു. മാറിലൂടാണ് ട്രെയിൻ ഓടിയിരിക്കുന്നത്. അവളുടെ മുഖം ചതഞ്ഞരഞ്ഞുരുണ്ടൊരു മാംസപിണ്ഡം പോലെ. ആ പ്രേതപിണ്ഡത്തിന്റെ മുഖം ചേർത്ത് കിടക്കുന്നു ദീപാങ്കുരൻ. ചുറ്റും ജനക്കൂട്ടം. ദീപു, ദീപു, സനാതനം ബാബു, ലക്ഷ്മിയെ കത്തി കിരണ, ലോകം പോലും വിലയ്ക്ക് വാങ്ങാൻ പറ്റും ജീവിതം, മനുഷ്യ ജീവിതം വില വാങ്ങാനാവില്ല.